നമ്മളെല്ലാവരും അർജുനന് വേണ്ടി പ്രതീക്ഷയോടുകൂടി ദിവസങ്ങളും ആഴ്ചകളായി കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ പ്രിയപ്പെട്ട അരുണടക്കമുള്ള ആളുകൾ ഞാനിവിടെ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ വലിയ രീതിയിൽ അന്നത്തെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ രാത്രിയും പകലും അർജുനെ കണ്ടെത്താനുള്ള വലിയ ശ്രമം നടത്തി. മലയാളികൾക്ക് അതാത് സമയത്ത് കൃത്യമായ അതിൻ്റെ യാഥാർത്ഥ്യമായ റിപ്പോർട്ടൊക്കെ നമുക്ക് സമർപ്പിച്ചതാണ്. ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന് ശേഷം 2ാം ഘട്ട തെരച്ചിൽ നടത്തി. 3ാം ഘട്ട തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ ഞാനിവിടെ ഒരു 5ലധികം ജില്ലാ ഭരണകൂടത്തിൻ്റെ മീറ്റിങ്ങിൽ കേരളത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് പങ്കെടുത്ത ഒരാളാണ്. ഇൻചാർജ് മിനിസ്റ്റർ മംഗള വൈദ്യയുടെ സാന്നിധ്യം നടന്ന മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു. നമ്മൾ അവസാനമായി ഡ്രഡ്ജിങ് ഗോവയിൽ നിന്ന് കൊണ്ടുവരണം, 50 ലക്ഷം ചിലവ് വരും, അതിൻ്റെ എസ്റ്റിമേറ്റ് വാങ്ങി അംഗീകാരം കൊടുത്ത് ഒരാഴ്ചക്കൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മടങ്ങിയപ്പോൾ നമുക്കറിയുന്നത് ഒരിക്കലും 50 ലക്ഷം പോരാ, 1 കോടി വേണമെന്ന് അവർ പറഞ്ഞു. അത് വലിയ പ്രതിസന്ധിയായി. ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, അർജുൻ്റെ ജില്ലയിലെ MP പ്രിയപ്പെട്ട രാഘവേട്ടൻ, MK രാഘവേട്ടൻ, അദ്ദേഹം ടെൻഷനോടുകൂടി എന്നെ വിളിക്കുന്നു. എന്നോട് പറഞ്ഞ് ബാംഗ്ലൂർ എത്താൻ പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു. 50 ലക്ഷം ജില്ലാ ഭരണകൂടത്തിന് സാങ്ഷൻ ചെയ്യാൻ കഴിയും, 1 കോടിയാകുമ്പോൾ അവർക്ക് കഴിയുന്നില്ല. കർണാടക മുഖ്യമന്ത്രിയെ ബാംഗ്ലൂരിൽ പോയി കണ്ട് അർജുൻ്റെ കാര്യം ഇവിടെ 2 ആളുകൾ മിസ്സായിട്ടുണ്ട്, ലോകേഷും ജഗന്നാഥും. തീർച്ചയായും അത് പറഞ്ഞ് ബോധിപ്പിച്ച് മുഖ്യമന്ത്രി ഉടനെ സാമ്പത്തികത്തിൻ്റെ കാര്യം ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലമാർഗ്ഗത്തിലൂടെ ഈ ഡ്രഡ്ജിങ് മിഷൻ ദിവസങ്ങളായി കാത്തു നിൽക്കുന്ന മിഷനാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതായാലും ഒരു 50 മീറ്റർ ആ സ്പോട്ടിലേക്ക് എത്തും. നമ്മളൊക്കെ അതിൻ്റെ അകത്താണ്. എന്തായാലും നമ്മൾ ഇത്രയും ദിവസം എല്ലാ ദിവസവും പ്രതീക്ഷ വെച്ച് പുലർത്തിയ ആളുകളാണ്. ഈ തെരച്ചിൽ എല്ലാ രീതിയിലും നേരത്തെ ഇവിടുത്തെ ജില്ലാ കളക്ടർ ഇതിനകത്തുണ്ട്, SP ഉണ്ട്, മലയാളികൾക്ക് ഏറ്റവും കടപ്പാടുണ്ടാകുന്നത് ഇവിടുത്തെ MLA സതീശൻ സ്റ്റൈലുണ്ട്. ഇന്നിപ്പോൾ അവർ 1 മണിക്കൂർ തെരച്ചിൽ തുടക്കം കുറിക്കും. നാളെ രാവിലെയോടുകൂടി ഫുൾ ടൈം എല്ലാ ടീമിൻ്റെ സഹകരണത്തോടു കൂടി തെരച്ചിൽ ആരംഭിക്കും. എന്തായാലും നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുകയാണ്. അർജുനെ ഈ ഒരു തെരച്ചിൽ അവസാനത്തെ നമ്മളൊരു പ്രതീക്ഷയാണ്. എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്.